എൻ്റെ മുളകെല്ലാം കാച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്നാളെ 2-3 കമൻ്റ് ഉണ്ടായിരുന്നു, കാച്ച് കഴിയുമ്പോൾ ഒന്ന് ഇട്ട് കാണിക്കണേ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഇതാണ്ടോ എല്ലാം കാച്ചു തുടങ്ങിയിട്ടുണ്ട്, മുളകുകളെല്ലാം നിൽക്കുന്നുണ്ട്, നിറച്ച് മുളകുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഈ മുളകിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പയറും ഒക്കെ നട്ടിട്ടുണ്ട്. അതും ഒക്കെ നല്ലവണ്ണം പൊടിച്ച് വരുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് 1-2 പയർ അതിൻ്റെ ഇടയിൽ കൂടെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു തോരത്തിന് ആവശ്യമുള്ള പയറെല്ലാം നമുക്ക് കിട്ടും. ഇതാണ്ടോ മുളകെല്ലാം നല്ലവണ്ണം കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് നിന്നൊക്കെ ഞാൻ 3-4 എണ്ണമൊക്കെ പറിച്ച് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. മീനിലൊക്കെ ഇടാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ വേറെ വളമൊന്നുമില്ലാതെ നമ്മുടെ സ്വന്തം പച്ചക്കറി വേസ്റ്റും ഒക്കെ കൂടെ ഇട്ട് നടുന്ന മുളകായതുകൊണ്ട്, മുളകെന്നല്ല എന്തായാലും ഞാൻ ഈ പയറിൻ്റെ ഇലയും ഞാൻ തോരൻ വയ്ക്കാനായിട്ട് ഞാൻ ഒരു ദിവസം എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ചീരയൊക്കെ വയ്ക്കുന്നത് പോലെ തന്നെ ഉണ്ട്. അപ്പം മുളക് നല്ലവണ്ണം കാച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു മുളക്, ഒരു പാവൽ, അതായത് പാവയ്ക്ക കായ്ക്കാൻ വേണ്ടി ഒരു കുഞ്ഞു പാവൽ തയ്യും ഒക്കെ ഞാൻ എൻ്റെ ഇടയിൽ നട്ടു. ഒരു ചീരയും നട്ടു. ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ മുളകിൻ്റെ കൂടെ തന്നെ അതും കൂടെ ഒന്ന് നട്ടിരുന്നാൽ തന്നെ ഒരു ഗ്രോ ബാഗിൽ തന്നെ നട്ടാൽ തന്നെ അത് നമുക്ക് ഒരു കറിക്കൊക്കെ വല്ലപ്പോഴും ഒരിക്കൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇതാണ്ടോ നിറച്ച് കായ്ച്ച് കിടപ്പുണ്ട് മുളക്. പിന്നെ ഓണത്തിനൊക്കെ ഇനിയിപ്പോൾ ഓണത്തിനും വാവിനും ഒന്നും എനിക്ക് മുളക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. മുളകെന്ന് മാത്രമല്ല കുറേ പച്ചക്കറി ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോന്നായി ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ മുളകിൻ്റെ വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അടുത്ത് വെണ്ട, ചീര ഇതെല്ലാം ഞാൻ നട്ടിട്ടുണ്ട്. അപ്പോഴും നിങ്ങൾക്കും ഇതുപോലെ ഒരു ഗ്രോ ബാഗോ നല്ല പ്ലാസ്റ്റിക് കവറോ ഒക്കെ കിട്ടുമ്പോൾ ഇച്ചിരി മണ്ണും കൂടെ ഇട്ടിട്ട് 2 ചിരവിത്തോ ഒരു കണ്ടോ പയറിൻ്റെ ഇല കണ്ടോ, ഞാനിത് പറിച്ചെടുത്തതാണ്. പയറിലയും ചീരയിലയും കൂടെ കറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ, നല്ല ഗുണമുള്ളതുമാണ്. അങ്ങനെ നിങ്ങൾക്കും പറ്റുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൃഷി ചെയ്താൽ നമുക്ക് ആവശ്യത്തിനുള്ള മുളകായാലും ഇച്ചിരി കീരയായാലും അതുപോലെ ഒരു വെണ്ട, പാവൽ ഇതെല്ലാം നമുക്ക് നടാവുന്നുള്ളതേ ഉള്ളൂ. നമുക്കിതൊന്നും കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഒരു ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് നട്ട് വളർത്താമെന്നുള്ളതിൽ ഒരു അല്പം മണ്ണ് കൂടെ ഇട്ടാൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ള മുളകും പച്ചക്കറിയും എല്ലാം നമുക്ക് കിട്ടും. ഓക്കെ, ബൈ.